ജ്ഞാനപ്പാനില് പൂന്താനത്തിനുണ്ടായ ഒരു ട്രാജഡി, അതായത് പൂന്താനത്തിന്റെ 6 മാസമായ ഒരു കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പനോട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നീ തന്ന കുഞ്ഞിനെ നീ തന്നെ എടുത്തു, അതിന്റെ അടുത്ത് നീയാണോ എന്റെ കുഞ്ഞെന്നൊക്കെയാണ് പൂന്താനം ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് പൂന്താനം നമ്മളോട് പറയുവാണ്, ശരിക്ക് ഈ ലൈഫില് ഒന്നും പെർമനന്റ് അല്ല. എല്ലാം ഒരു ദിവസം എന്റെ ആണെന്നുള്ള ഒരു സംഭവം, ഇന്ന് എന്റെ ആണ് എന്നുള്ള ഒരു കാര്യം നാളെ മറ്റുള്ളവരുടെ ആയി പോകും. അപ്പം ആ ഒരു ട്രൂത്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് പൂന്താനം ഭക്തി, അതായത് ഗുരുവായൂരപ്പനോടുള്ള ഒരു ഭക്തിനെ പറ്റിയാണ് പറയുന്നത്. പൂന്താനം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ചെറുപ്പമാണെങ്കിൽ നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, നമുക്ക് അങ്ങനെ ഒരു ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. നമുക്ക് വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വീക്കായി പോകും. അപ്പൊ നമുക്കൊരു ഭക്തി തുടങ്ങണമെങ്കിൽ നമ്മൾ ഇന്ന് തുടങ്ങണം. ഇതെനിക്ക് ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ബിക്കോസ് ഞാനിപ്പോ ഈ ചാനൽ തുടങ്ങിയപ്പം എന്നോട് ആരും പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ഞാനൊരു ഒരു ഇന്റൻഷൻ വെച്ചിട്ടല്ല തുടങ്ങിയത്. ഇതിലെനിക്ക് ഇത് ഫിലോസഫിയിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കാരണമായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, എന്റെ അമ്മോടും ചോദിച്ചിട്ടുണ്ട്, ഇതെന്തു പറ്റി മോളെന്താ ഈ ഒരു വഴിയിൽ പോകുന്നേ. ഇപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട് ചില ആൾക്കാര്, എന്തിനാ ഇപ്പോഴൊക്കെ ഇതൊക്കെ ചെയ്യുന്ന, ഈ നാമജപവും ബുക്ക് വായനയും ഒക്കെ, ഇതൊക്കെ കുറെ കൂടി വയസ്സായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ. പക്ഷെ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ വയസ്സാവണം എന്നൊന്നുമില്ല. നമുക്ക് തോന്നുമ്പോ നമ്മൾ ആ ഒരു അവേക്കനിങ്, ആ ഒരു തോന്നൽ നമുക്ക് വേണം, അല്ലെ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാണ് ചെയ്യുന്നത്. പൂന്താനം പറയാണ്, നമുക്ക് എത്ര പവർ ഉണ്ടായാലും, എത്ര സക്സസ് കിട്ടിയാലും, എത്ര കാശ് കിട്ടിയാലും, ഒരു ഭക്തി, ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു അർത്ഥവും ഇല്ല. ഇതൊക്കെ ഒരു ദിവസം പെട്ടെന്ന് പോകും. പൂന്താനം പറയുന്നത്, ശരിക്കും നമ്മളൊരു റിച്വൽ, ഒരു ലാംഗ്വേജ്, ഇന്ന രീതി, അതൊന്നും വേണ്ട. കൃഷ്ണന്റെ പേര് ഗുരുവായൂരപ്പ എന്നുള്ളൊരു പേര് മാത്രം നമ്മള് ഒരു പ്യുവർ ഹാർട്ട്, ഓണസ്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ കേൾക്കുന്നതാണ് പൂന്താനം പറയുന്നത്. അത്രയും മതി. ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, അത്രയും ചെറിയൊരു കാര്യം ചെയ്താലും കൃഷ്ണൻ കേൾക്കും. ചില ആൾക്കാർ പറയും, ഞാനിന്ന് ഭയങ്കര ബിസിയായിരുന്നു, വിളക്കോത്താൻ സമയം കിട്ടിയില്ല, നാമം ചെല്ലാൻ പറ്റിയില്ല, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന്, നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യത്തിനൊക്കെ നമ്മൾ സമയം എടുക്കും. നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലേ, നമ്മള് വെള്ളം കുടിക്കുന്നില്ലേ, ഇതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നിയിട്ട് വേണം നമ്മൾ ഭക്തി കാണിക്കണം, ഭക്തി ചെയ്യണം, ഭക്തി ഉണ്ടാവണം എന്നാണ് പൂന്താനം പറയുന്നത്. അത് മാത്രല്ല, ഇപ്പം പാപികൾ പോലും കൃഷ്ണന്റെ പേര് സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്ത കുറ്റങ്ങൾ, അവർ ചെയ്ത തെറ്റുകളൊക്കെ മാറിപ്പോവും, അലിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. അത്രയും പവർഫുൾ ആണ് എന്ന്. അപ്പൊ പൂന്താനം നമ്മളോട് ഒരു സന്യാസി ആവണമെന്നും ഭക്തി മാർഗത്തിൽ പോകുന്നെന്നൊന്നും അല്ല പറയുന്നത്. നമുക്ക് എപ്പോ സമയം കിട്ടിയാലും, നമുക്ക് എപ്പോ ഒരു ഫ്യൂ സെക്കൻഡ്സ് കിട്ടിയാലും നമ്മൾ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫോഴ്സ്, ആ ഒരു ഗുരുവായൂരപ്പനെ ഒന്ന് നമ്മൾ ഓർക്കണം, നമ്മളൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ താങ്ക് യു പറയണം. അതാണ് നമ്മളോട് പറയുന്നത്. ചില ആൾക്കാർ വിചാരിക്കും ഇപ്പം ഇത് എനിക്ക് അങ്ങനെ നാമങ്ങളൊന്നും അറിയില്ല, ഇത് പഠിച്ചിട്ട് ചെയ്യാം. ഇതൊന്നും പഠിക്കാതൊന്നും ഇല്ല, അല്ലെ? അങ്ങനെ നമ്മൾ സ്പിരിച്വലി ക്വാളിഫൈഡ് അല്ല എന്നൊക്കെ ആൾക്കാർക്ക് തോന്നും. അങ്ങനെയൊന്നും അല്ല. നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ നമുക്കത് ചെയ്യാം. അത്രയും ഒരു ഫ്രീഡം ഉണ്ട് നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ, അല്ലെ? ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും ആരും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പൊ അത്രയും ഫ്രീഡം ഉണ്ട്. നമുക്ക് ഇഷ്ടമല്ല ഭഗവാനെ വിളിക്കാം, ഇഷ്ടമല്ല ദൈവത്തിനെ വിളിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുമ്പം ആ ഒരു വിശ്വാസം വേണം. ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പാടില്ല. ആ ഒരു വിശ്വാസം, നമുക്കത് ശരിയാണ്, നല്ലതാണ് എന്നുള്ളൊരു തോന്നൽ വേണം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.